ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റർ 5 ഡെസിമൽ ഫോംസ് ആണ്. ഇതിൽ ഓൾറെഡി പേജ് നമ്പർ 69 ആൻഡ് പേജ് നമ്പർ 71 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ക്ലാസ് 6 മാത്സ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 25-ലെ പേജ് നമ്പർ 74-ലെ രണ്ട് പ്രോബ്ലംസാണ്. ഓരോ പ്രോബ്ലംസിലും ഒന്നാമത്തെ പ്രോബ്ലംസിൽ 7 എണ്ണം ഉണ്ട്, അതേപോലെ രണ്ടാമത്തേൽ 5 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ 12 കണക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് മനക്കണക്കായിട്ട് വരെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. The decimal form of some numbers are given below. ഡെസിമൽ ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. റൈറ്റ് ഈച്ച് ഓഫ് ദം ആസ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 10, 100 or 1000. അപ്പോൾ ഡിനോമിനേറ്റർ 10 100 1000 നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3.7 ആണ്. ഓക്കെ, അപ്പോൾ 3.7 എന്ന് പറയുമ്പോൾ 3.7 ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1 പ്ലേസ് ആണുള്ളത്. 7ൻ്റെ ഒരു പ്ലേസ് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? 1 സീറോസ് വേണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. 1 സീറോ ഉള്ളത് എന്താണ്? 10 ആണ്. ഓക്കെ, 37/10. ഓക്കെ, 3.7 ഈക്വൽ ടു 37/10. നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള 0 ഇട്ടിട്ട് ഡിനോമിനേറ്റർ സെറ്റ് ആക്കുക, എന്നിട്ട് നമുക്കത് ഹോളായിട്ട് എഴുതാം. 37/10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3.07. ഓക്കെ, 3.07 എന്ന് പറയുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര വേണം? 2 സീറോസ് വേണം. 2 സീറോസ് ഉള്ളത് എന്താണ്? 100 ആണ്. എന്നിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് 307 എന്ന് കൂളായിട്ട് എഴുതാം. നമ്മുടെ ആൻസർ ഈസ് റെഡി. 307/100. ഓക്കെ, അടുത്തത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അടുത്തെന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 30.7. ഓക്കെ, 30.7. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? ഒറ്റ പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? 1 സീറോ വേണം. ദാറ്റ് ഈസ് 10 അല്ലേ? പിന്നെ നമുക്ക് 307 കൂളായിട്ട് എഴുതാം. 307/10. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3.72. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1, 2. അപ്പം നമുക്ക് ആൻസറിൽ 2 സീറോസ് വേണം, അതായത് 100. എന്നിട്ട് നമുക്ക് 372/100 എന്ന് കൂളായിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 37.2. ഓക്കെ, 37.2. ഇതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥലമുണ്ട്? എത്ര സ്ഥാനമുണ്ട്? എത്ര പ്ലേസ് ഉണ്ട്? ഒറ്റ പ്ലേസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസറിൽ എത്ര സീറോസ് വേണം? ഒറ്റ സീറോസ് ഉള്ളൂ, ദാറ്റ് ഈസ് 10. അപ്പം 372/10 നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് 3.072. 3.072. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1, 2, 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? 3 സീറോസ് വേണം, ദാറ്റ് ഈസ് 1000. ഓക്കെ, 3072. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തത് ലാസ്റ്റ് 30.72. ഓക്കെ, 30.72 നമുക്ക് എങ്ങനെ എഴുതാം? പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര പ്ലേസസ് ഉണ്ട്? 2 പ്ലേസസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? 2 സീറോസ് വേണം, ദാറ്റ് ഈസ് 100. പിന്നെ നമുക്കൊന്നുമില്ല, നമുക്ക് ഒന്നായിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, 3072/1000. സോറി, 3072/100. കാരണം 72 എന്ന് പറയുമ്പോൾ 2 പ്ലേസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 സീറോസ് കൊടുത്താൽ മതി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കൊന്ന് മനക്കണക്കാക്കിയിട്ട് ചെയ്യാൻ വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യും? പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ പ്ലേസ് ആണുള്ളത്. അപ്പം 37/10. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പം 307/100. ഓക്കെ, ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ പ്ലേസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 307/10. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പം 372/100. ഓക്കെ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ പ്ലേസേ ഉള്ളൂ. അപ്പോൾ 372/10. ഓക്കെ, ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ 3072,000 3 പ്ലേസ് ഉള്ള കാരണം. ഇനി ലാസ്റ്റ് 1 ഇവിടെ 2 പ്ലേസ് ഉള്ളത്. അപ്പോൾ 3072/100.
100. വളരെ സിമ്പിളാണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പ്ലേസ് നോക്കിയിട്ട് അത്രയും സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ. ഇനി നമ്മൾ നേരെ തിരിച്ചാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് 151/10 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സീറോസ് എത്ര ഉണ്ട്? ഒന്നോ ഉള്ളത്, ഒരു സീറോ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ 51 നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇവിടെ സീറോ ആണുള്ളത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടാവും? നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ സ്ഥാനമുള്ളൂ ഉണ്ടാവും. ഒരു സീറോ അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരൊറ്റ സ്ഥാനമുള്ളൂ. അപ്പോൾ നമ്മൾ ഒരൊറ്റ സ്ഥാനം കണക്കാക്കി കുത്തിടുക, പോയിന്റ് ഇടുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5.1. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. 513/10. ഓക്കെ, 513/10. ഇവിടെ നോക്കൂ, ഒറ്റ സീറോ ഉള്ളൂ. നമ്മുടെ 513 നമ്മൾ അങ്ങനെ എഴുതാം, ഒരു സീറോ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരൊറ്റ പ്ലേസ് മാറ്റി കുത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 51.3. എത്രയാണ്? 51.3. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നോക്കൂ. 513/100 ആണ്. അപ്പോൾ ഇവിടെ 2 പ്ലേസ് 513 നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. 2 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 പ്ലേസസ് മാറ്റി കുത്തണം. അപ്പോൾ 1 2. അപ്പോൾ നമ്മുടെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. നമ്മുടെ ആൻസർ തന്നെ 5.13. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കൂ. 513,000 ആണ് തന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് 100 ആയിരുന്നു, ഇപ്പം 1000 ആണ് തന്നിരിക്കുന്നത്. അപ്പം 3 സീറോസ് ഉണ്ട്, അതായത് പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസസ് വേണം. അപ്പം 513 നമ്മൾ അങ്ങനെ എഴുതി. 3 സീറോസ് ഉള്ളതെന്ന് വെച്ചാൽ 3 പ്ലേസ് മാറ്റി കുത്തണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0.513 എന്ന് എഴുതാം. അപ്പോൾ ഒരു നല്ല ഭംഗിക്ക് 0.513 എന്ന് എഴുതിയാലും തരക്കേടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 0.513. ഓക്കെ, സെറ്റ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5130,000. ഓക്കെ, അപ്പോൾ നമ്മൾ 5130 അങ്ങനെ എഴുതി. ഇനി നമുക്ക് 3 പ്ലേസസ് ആണുള്ളത്. അപ്പം 3 സീറോസ് ആണല്ലോ, അപ്പം 3 പ്ലേസ് ആണ്. 1 2 3. അപ്പോൾ നമ്മൾ എവിടെ കുത്തിട്ടു? 5.130. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 74 പ്രോബ്ലംസ് ആണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം. പേജ് നമ്പർ 79.